ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 2 കേരളീയം പുഞ്ച കൊയ്തേ കളം നിറഞ്ഞേ. കുട്ടനാട്ടിലെ കാർഷിക ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നാടൻ പാട്ടാണ് ഈ പാഠഭാഗം. നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും എന്ന പുസ്തകത്തിന്റെ 1-ാം വാല്യത്തിൽ നിന്നെടുത്തതാണിത്. വിത്തിടൽ മുതൽ കളം നിറയ്ക്കൽ വരെ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ഈ പാട്ടിൽ പരാമർശിക്കുന്നു. പുഞ്ച കൊയ്തേ കളം നിറഞ്ഞേ. തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ. പുഞ്ചക്കണ്ടം നേരുന്നു പെണ്ണെ, വഞ്ചി വന്നാ കൊയ്തെടുക്കാം. ആറ്റുവഞ്ചി നീറ്റുവഞ്ചി ചുണ്ടൻ വഞ്ചി ചുരുട്ടുവഞ്ചി ചന്തമുള്ള ചരുപ്പൻ വഞ്ചി എന്റെ വഞ്ചി ഇരട്ട വഞ്ചി. തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ. പുഞ്ചയിലെ വിത്തെറിഞ്ഞേ കളപറിച്ചേ കിള കിളച്ചേ കിള കഴിഞ്ഞേ വളമിറങ്ങേ വിത്തെറിഞ്ഞേ കള പറിച്ചേ. തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ. കതിരു വന്നേ കനവു വന്നേ നിരനിരന്നേ കതിരു വന്നേ കതിരു വന്നേ പായു പായുത്തേ കൊയ്തെടുത്തേ മെതി കഴിഞ്ഞേ. തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ. പൊലിയളന്നേ പറനിരന്നേ പൊലിമ വന്നേ പോലരി വന്നേ കിളികളെല്ലാം പറ പറന്നേ തളിരണിഞ്ഞേ മാനം കൊളുത്തേ. തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ. പുഞ്ചക്കണ്ടം പോലരിക്കണ്ടം ചന്തമുള്ള പാരിപ്പൻ കണ്ടം പുഞ്ച കൊയ്തേ കരയ്ക്കടുത്തേ കള നിറഞ്ഞേ കതിരു കൊണ്ടേ. തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ തിന്തിനന്തോ താനിനാനോ. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നാടൻ പാട്ടാണിത്. സാധാരണക്കാർക്കിടയിൽ രൂപപ്പെട്ടതും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടവയുമാണ് നാടൻ പാട്ടുകൾ. വായ്ത്താരിയോട് കൂടിയാണ് ഈ നാടൻ പാട്ട് ആരംഭിക്കുന്നത്. പുഞ്ചക്കണ്ടം കതിരണിഞ്ഞു പെണ്ണെ, വഞ്ചി വന്നാൽ കൊയ്തെടുക്കാമെന്ന് കർഷകൻ പറയുകയാണ്. പുഞ്ചക്കണ്ടം നിരന്നു പെണ്ണെ, വഞ്ചി വന്നാ കൊയ്തെടുക്കാം. ആറ്റുവഞ്ചി നീറ്റുവഞ്ചി ചുണ്ടൻ വഞ്ചി ചുരുട്ടുവഞ്ചി ചന്തമുള്ള ചരുപ്പൻ വഞ്ചി എന്റെ വഞ്ചി ഇരട്ട വഞ്ചി. ഏതൊക്കെ വഞ്ചികളെക്കുറിച്ചാണ് വരികളിൽ പറയുന്നത്? ആറ്റുവഞ്ചി, നീറ്റുവഞ്ചി, ചുണ്ടൻ വഞ്ചി, ചുരുട്ടുവഞ്ചി, മനോഹരമായ ചരുപ്പൻ വഞ്ചി. പിന്നെ കർഷകൻ പറയുകയാണ്, എന്റെ വഞ്ചി ഇരട്ട വഞ്ചിയാണ്. പുഞ്ചയിലെ വിത്തെറിഞ്ഞേ കള പറിച്ചേ കിള കിളച്ചേ കിള കഴിഞ്ഞേ വളമിറങ്ങേ വിത്തെറിഞ്ഞേ കള പറിച്ചേ. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത്. പുഞ്ചവയലിൽ വിത്തെറിഞ്ഞു, കള പറിച്ചു, കിളയ്ക്കുകയും വളമിടുകയും ചെയ്തു. കിള കഴിഞ്ഞു, വളമിറങ്ങി, നെൽച്ചെടി വളർന്നു. കതിരു വന്നേ കനവു വന്നേ നിരനിരന്നേ കതിരു വന്നേ കതിരു വന്നേ പയുപയുത്തേ കൊയ്തെടുത്തേ മെതി കഴിഞ്ഞേ. നെൽച്ചെടി വളർന്നു, നിരനിരയായി കതിരു വന്നു. അതിനോടൊപ്പം കർഷകന്റെ സ്വപ്നങ്ങളും വളർന്നു.
കതിര് പഴുത്തു പാകമായ നെൽക്കതിർ കൊയ്തെടുത്തു. കറ്റ മെതിച്ചു. കൊയ്തു കഴിഞ്ഞാൽ മെതിക്കണം, കറ്റ മെതിക്കണം. പൊലിയളന്നേ പറനിരന്നേ, പൊലിമ വന്നേ പൊലരി വന്നേ, കിളികളെല്ലാം പറന്നേ, തളിരണിഞ്ഞേ മനം കുളിത്തേ. കൊയ്ത്തും മെതിയും കഴിഞ്ഞു. പൊലിയളന്നു, പറയിൽ നിറച്ച് നിരത്തിവെച്ചു. നെല്ലിന്റെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് പൊലി. കൊയ്തു കൊണ്ടുവന്ന നെൽക്കറ്റകൾ മെതിച്ചു കിട്ടുന്ന നെല്ല് അതേപടി കളത്തിൽ കൂട്ടിയിടുന്നതിനെയാണ് പൊലി എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് കൂലിയായി നെല്ലളന്ന് നൽകുന്നു. ബാക്കിയുള്ളത് കർഷകൻ അളന്നെടുക്കുന്നതിനെയാണ് പൊലി അളക്കുക എന്ന് പറയുന്നത്. കൊയ്ത്തും മെതിയും കഴിഞ്ഞു. പൊലി അളന്നു. പിന്നെയോ പൊലിമ വന്നേ പൊലരി വന്നേ, സമൃദ്ധിയുടെ പുതിയ പുലരി വന്നു. കിളികളെല്ലാം പറന്നേ, തളിരണിഞ്ഞേ മനം കുളിത്തേ. സമൃദ്ധിയുടെ പുതിയ പുലരി വന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടത്തു നിന്ന് കിളികൾ പറന്നുപോയി. പുഞ്ചപ്പാടത്തെ സമൃദ്ധമായ വിളവെടുപ്പ് കർഷകന്റെ മനസ്സു നിറച്ചു. പുഞ്ചക്കണ്ടം പൊലരിക്കണ്ടം, ചന്തമുള്ള പരിപ്പൻ കണ്ടം, പുഞ്ച കൊയ്തേ കരയ്ക്കെടുത്തേ, കളം നിറഞ്ഞേ കതിരുകൊണ്ടേ. പുഞ്ചക്കണ്ടം മനോഹരമാണ്. സമൃദ്ധിയുടെ ചന്തമുള്ള കണ്ടമാണ് പുഞ്ചക്കണ്ടം. കർഷകൻ കൊയ്ത്തു കഴിഞ്ഞ് കരയിലേക്ക് തിരികെ വന്നു. കതിരുകൊണ്ട് അയാളുടെ കളം നിറഞ്ഞു. കണ്ടെത്താം, പറയാം. ഏതെല്ലാം തരത്തിലുള്ള വഞ്ചികളെക്കുറിച്ചാണ് പാട്ടിലുള്ളത്? ഏതെല്ലാമാണ്? ആറ്റുവഞ്ചി, നീറ്റുവഞ്ചി, ചുണ്ടൻ വഞ്ചി, ചുരുട്ടുവഞ്ചി, ചരുപ്പൻ വഞ്ചി, എരട്ടവഞ്ചി. പാട്ടിൽ നെൽകൃഷിയുടെ ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗം കണ്ടെത്തി ചൊല്ലി അവതരിപ്പിക്കുക. ഏതാണ്? പുഞ്ചയിലെ വിത്തെറിഞ്ഞേ, കള പറിച്ചേ, കിളകിളച്ചേ, കിള കഴിഞ്ഞേ വളമിറങ്ങേ, വിത്തെറിഞ്ഞേ കള പറിച്ചേ, കതിരുവന്നേ കനവു വന്നേ, നിരനിരന്നേ കതിരുവന്നേ, കതിരുവന്നേ പയുപയുത്തേ, കൊയ്തെടുത്തേ മെതി കഴിഞ്ഞേ. തളിരണിഞ്ഞേ മനം കുളിത്തേ. കർഷകന്റെ മനം കുളിർക്കാൻ കാരണമെന്ത്? കർഷകൻ അധ്വാനിച്ച് നിലമൊരുക്കി വിത്തുപാകി വളമിട്ടൊരുക്കിയ നെൽവിത്തുകൾ കരുത്തോടെ സമൃദ്ധമായി തളിരണിഞ്ഞ് കതിരുവരുന്നത് കണ്ടിട്ടാണ് കർഷകന്റെ മനം കുളിർത്തത്. കണ്ടെത്തി എഴുതുക. ചുണ്ടൻ വഞ്ചി. അണിയത്തിന്റെ ഭാഗത്ത് ചുണ്ടുപോലെ ഉയർന്നു നിൽക്കുന്ന വഞ്ചിയാണ് ചുണ്ടൻ വഞ്ചി. പുഞ്ച. നെൽകൃഷിയുടെ ഒരു രീതിയാണ് പുഞ്ചകൃഷി. ആഴം കൂടിയ കുണ്ടുപാടങ്ങളിലും കായൽ നിലങ്ങളിലുമാണ് പുഞ്ചകൃഷി ചെയ്യുന്നത്. പൊലി അളക്കുക. കറ്റ മെതിച്ചു കിട്ടുന്ന നെല്ല് കൂട്ടിയിടുന്നതിനെയാണ് പൊലി എന്ന് പറയുന്നത്. ഈ നെല്ല് അളന്നെടുക്കുന്നതാണ് പൊലിയളക്കൽ. പറ. ധാന്യങ്ങൾ അളക്കുന്നതിന് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന അളവ് പാത്രമാണ് പറ. മംഗളകർമ്മങ്ങൾക്ക് നെല്ല് നിറച്ച പറ ഒരുക്കുന്ന പതിവുണ്ട്. പ്രതികരണക്കുറിപ്പ്. അധ്വാനം ആഹ്ലാദകരമായ അനുഭവമാണ് നൽകുന്നതെന്ന് ഈ നാടൻ പാട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണമെന്ത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. കൃഷിക്കായി തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചവനാണ് കർഷകൻ. താൻ വിയർപ്പൊഴുക്കി നിലമൊരുക്കി വിത്തുപാകി വളമിട്ട് ഒരുക്കിയ നെൽവിത്തുകൾ തളിരണിയുന്നത് കാണുമ്പോൾ കർഷകന്റെ മനസ്സ് കുളിരുകോരുന്നു, സന്തോഷത്താൽ നിറയുന്നു. കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നല്ല വിളവെടുപ്പ്. അപ്പോഴുണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല. അധ്വാനത്തിന്റെ പ്രതിഫലനമാണ് കർഷകന്റെ ആ സന്തോഷം. പതിപ്പുണ്ടാക്കാം. കൃഷിപ്പാട്ടുകൾ ശേഖരിച്ച് പതിപ്പുണ്ടാക്കൂ. എങ്ങനെയാണ് പതിപ്പുണ്ടാക്കേണ്ടത്? ആദ്യമായി ഒരു കവർ ചിത്രം തയ്യാറാക്കണം. കവർ ചിത്രത്തിന്
അനുയോജ്യമായ ശീർഷകം നൽകുക. ഉള്ളടക്കം എന്താവും? വിവിധ തരം കൃഷിപ്പാട്ടുകൾ കൂട്ടുകാർ ശേഖരിച്ച് എഴുതുക. അനുയോജ്യമായ ചിത്രങ്ങളും വരച്ചു ചേർക്കുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.